കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ പയ്യന്നൂരിൽ തിരിതെളിയും. രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. നാളെ വൈകിട്ട് 4-ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരം കണ്ണൂരിന്റെ കലാവൈഭവത്തിന്റെ നിറവിലേക്ക് ഉണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ വൈകിട്ട് 4 മണിക്ക് പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിലവിളക്ക് കൊളുത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 319 ഇനങ്ങളിൽ 17 വേദികളിലായി 15 സബ് ജില്ലകളിലെ 10,695 കുട്ടികൾ തങ്ങളുടെ സർഗ്ഗവൈഭവം പങ്കിടാൻ പയ്യന്നൂരിലേക്കെത്തും. കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം രാവിലെ നടന്നു. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് രജിസ്ട്രേഷന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രജിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ഏകദേശം 2 ആഴ്ചയോളമായി ഇതിന്റെ പ്രവർത്തനത്തിൽ തുടങ്ങിയിട്ട് ഏതായാലും 15 സബ് ജില്ലകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പാർട്ടിസിപ്പേഷൻ കാർഡും സപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ ജഡ്ജസ്, അതുപോലെ തന്നെ ഒഫീഷ്യൽസ്, വളണ്ടിയേഴ്സ്, പിന്നെ സംഘാടക സമിതിയുടെ എല്ലാ ബാഡ്ജുകളും റെഡിയായിട്ട് അതാത് കൺവീനിയേഴ്സിനെ ഏൽപ്പിക്കാൻ റെഡിയായിട്ടുണ്ട്. എല്ലാ ദിവസവും ഓരോ ദിവസവും പാർട്ടിസിപ്പൻസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കൂപ്പൺ അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ അധ്യാപകർ, അതുപോലെ തന്നെ ധാരാളം വളണ്ടിയേഴ്സൊക്കെ സജ്ജരായിട്ടുണ്ട്. പയ്യന്നൂര് ഒരു ഉത്സവ തിമിർപ്പിലാണ്. ആക്ച്വലി അതിന്റെ തുടക്കം എന്നോണം രജിസ്ട്രേഷൻ നല്ല രീതി, അതായത് വളരെ ഭംഗിയായി നടന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. രചനാ മത്സരങ്ങൾ 1-ാം ദിവസം തന്നെ സമാപിക്കും. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ 249 ജനറൽ ഇനങ്ങളാണ് ഉണ്ടാവുക. സംസ്കൃതം കലോത്സവത്തിൽ 38 ഇനങ്ങളിലും അറബി കലോത്സവത്തിൽ 32 ഇനങ്ങളിലും മത്സരങ്ങളുണ്ടാകും. ഗോത്രകലകൾ ഇത്തവണ കലോത്സവ മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മംഗലം കളി, പണിയനൃത്തം, മലപ്പുലയ ആട്ടം, ഇരുള നൃത്തം, പാലി നൃത്തം എന്നിവയാണ് ഇത്തവണയുള്ളത്. ഈ മത്സരങ്ങൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.